ഒരിക്കൽ കൂടി മേപ്പാടി ക്യാമ്പിലേക്ക് പോകാം. കെ മധു വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. മധു, അവിടെയുള്ള ആളുകളുടെ അവസ്ഥയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നതൊക്കെയും. ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അവിടെയുള്ള മനുഷ്യന്മാരുടെ വേദനയാണ്. പുതിയ വിവരങ്ങൾ. അക്ഷയ, പണ്ട് വായിച്ചതോർക്കുന്നു, ഒരു പിടി പൊടി കൊണ്ട് ഞാൻ നിനക്ക് പേടി കാണിച്ചു തരാം. ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വന്നാൽ അറിയാം. ഇതുപോലെ സാധനങ്ങൾ ഇറക്കാൻ വന്ന ലോറിയുടെ ഒരു ഡ്രൈവറോട് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തെ കാണാൻ കാരണം അപ്പോൾ അന്നേരം തൽക്കാലം പോലെയുള്ള ഒരു ചെറിയ ബഹളം ഇവിടെ നടക്കുകയാണ്. ചില ഘട്ടത്തിൽ ഏത് ക്യാമ്പിലും ഉണ്ടാകുന്ന വിധത്തിലുള്ള സ്വാഭാവികമായ ചില ആലോചനകൾ. അന്നേരം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബം മണ്ണിനടിയിലാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ സെക്കൻഡിൽ ഒരു സമൂഹം നിശബ്ദമാകുന്നത്, എല്ലാ ബഹളങ്ങളും തീരുന്നത്, അതൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് നമ്മൾ ആ ദൃശ്യം പോലും അദ്ദേഹത്തിൻ്റെ എടുത്തില്ല. കാരണം അദ്ദേഹം ദയവ് ചെയ്ത് ആ വിധത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് നമ്മളോട് പറയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ദൃശ്യം പോലും നമ്മൾ എടുത്തില്ല. പക്ഷെ അത്തരത്തിലുള്ള മനുഷ്യരാണ്. ഇവിടെ മഴ പെയ്യുകയാണ്, എല്ലായിടത്തെയും പോലെ ഇവിടെ മഴ പെയ്യാണ്. ഈ മഴയിലേക്ക് ഈ മഴയത്ത് നടക്കുന്ന ആളുകളുണ്ടല്ലോ, പക്ഷെ ഇവരൊക്കെ വലിയൊരളവ് പുറത്തുനിന്ന് വന്നവരാണ്, കൈത്താങ്ങാവാൻ കടന്നെത്തിയിട്ടുള്ളവരാണ്.